ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ ഡൽഹി വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. വളരെയധികം നിർണായകമായ ഒരു മത്സരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ടീമുകൾക്ക് രണ്ട് മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. അതിലുള്ള രണ്ട് മത്സരങ്ങളും വിൻ ചെയ്താൽ മാത്രമേ രണ്ട് ടീമിൽ ഏതെങ്കിലും ഒരു ടീമിന് കയറാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയും ഡൽഹിയും തമ്മിലാണ്. നമ്മുടെ ഡൽഹിയുടെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 മുംബൈയുടെ 14 ഇനി രണ്ട് ടീമുകൾക്ക് രണ്ട് മാച്ചസാണ് ഉള്ളത്. മാക്സിമം നമ്മുടെ ഡൽഹിക്ക് പോയിന്റ്സ് എടുക്കാൻ പറ്റുന്ന ഇനിയുള്ള മത്സരങ്ങളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ 17 പറ്റത്തുള്ളൂ. പക്ഷേ മുംബൈ ഇന്ത്യൻസിന് ഇനിയുള്ള രണ്ട് മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ 18 കിട്ടും. സോ ഈ ഒരു മാച്ച് ആര് വിൻ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ആര് പ്ലേ ഓഫിലോട്ട് കയറും എന്നുള്ളൊരു പോസിബിലിറ്റീസ് ഉള്ളത്. ബാക്കിയുള്ള ടീമുകൾ കയറാൻ ചാൻസ് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഒന്നോ രണ്ടോ ടീമുകൾ എന്തോ ആണ് ഉള്ളത്. ബട്ട് ആ ടീം വിൻ ചെയ്യണമെങ്കിൽ കൂടെ ബാക്കിയുള്ള ടീം, അതായത് നമ്മുടെ മുംബൈ ഈ ഒരു മാച്ചിൽ, പക്ഷേ ഇതിൽ ആര് തോറ്റാൽ ആരെങ്കിലും ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും കയറും. ബാക്കിയുള്ള ടീമുകൾക്ക് കയറാൻ പറ്റത്തില്ല. മുംബൈ അല്ലെങ്കിൽ നമ്മുടെ ഡൽഹി ആരെങ്കിലും ഒരാളെ കയറത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ പ്രിവ്യൂലോട്ട് നോക്കുന്ന സമയത്ത് 63ാമത്തെ IPL മത്സരമാണ്. മത്സരം നടക്കുന്നത് മെയ് 21 കൃത്യം 7:30 നമ്മുടെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണോ എന്നൊരു ഡൗട്ട്. അല്ല, നമ്മുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈയുടെ ഹോം ഗ്രൗണ്ടിലാണ് മാച്ച് നടക്കുന്നത്. സോ ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. എസ്പെഷ്യലി പേസ് ബോളേഴ്സിന് നല്ല രീതിക്ക്, അതായത് ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് കൂടെ കൊടുക്കുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണ്. ഡ്യൂ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് സെക്കൻഡ് ചേസിങ് ടീമിന് കുറച്ച് ഫേവർ ആയിരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉള്ളതാണ്. ഹൈ സ്കോറിംഗ് ഗെയിം ആയിരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മിനിമം ആവറേജ് സ്കോറായിട്ട് കണക്കാക്കപ്പെടുന്ന ഏകദേശം 170 മുകളിലോട്ടാണ് ഈ ഒരു ഗ്രൗണ്ടിൽ മിനിമം ആവറേജ് സ്കോറായിട്ടുള്ളത്. ഔട്ട് ഓഫ് 120 മത്സരങ്ങളിലത്തെ റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 56 പ്രാവശ്യവും സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 65 പ്രാവശ്യമാണ്. പേസസ് ഫ്രണ്ട്ലി ആണ് ഈ ഒരു വെന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 124 മത്സരങ്ങളിൽ കൂടുതൽ വിൻ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ബാറ്റിംഗ് ചൂസ് ചെയ്ത ടീം തന്നെയാണ്. ഓക്കെ, ഈ കഴിഞ്ഞ 124 മത്സരത്തിലെ ഫാസ്റ്റ് ബോളേഴ്സ് 771 വിക്കറ്റ്സ് എടുത്തിരിക്കുന്നത്. അതേസമയത്ത് സ്പിന്നേഴ്സ് 326 വിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു നല്ലൊരു ഇത് കിട്ടും. മാക്സിമം ഫാസ്റ്റ് ബോളേഴ്സിന് സപ്പോർട്ടീവായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടീം ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ 150 റൺസിന് താഴെ ഏകദേശം 28 മത്സരങ്ങൾ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 150-നും 169 ഇടയ്ക്ക് 29 മത്സരങ്ങളും 170-നും 180 ഇടയ്ക്ക് 36 മത്സരങ്ങളുമാണ് പോയിട്ടുള്ളത്. 190 മുകളിൽ മാച്ചസ് പോയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഉണ്ട്. 31 മത്സരങ്ങളാണ് 190 മുകളിലോട്ട് ഹൈ സ്കോറിംഗ് ഗെയിമായിട്ട് പോയിട്ടുള്ളത്. സോ ഈ ഒരു മാച്ച് വളരെയധികം നിർണായകമാണ് രണ്ട് ടീമുകൾക്കും. പേഴ്സണലി ഐ എം റെക്കമെൻഡിങ് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് നിങ്ങൾ ഇടണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എത്ര രൂപയാണോ നോർമലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ 1/4 ഭാഗം ഇട്ടാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു ദിവസം 400 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാച്ച് 100 രൂപ ഇട്ടാൽ മതി. കാരണം ആര് കളിക്കും, എങ്ങനെ കളിക്കുന്ന ഒരു പ്രിഡിക്ഷൻ ഇല്ലാത്തൊരു മത്സരമായിരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എസ്പെഷ്യലി മുംബൈ ഇന്ത്യൻസിന് ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഫേവേഴ്സാണ്. കാരണം മുംബൈ ഇന്ത്യൻസിൽ ഒരുപാട് വർഷമായിട്ട് ആ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. സോ ഗ്രൗണ്ട് സ്റ്റാറ്റ്സ് വൈസ് നമ്മുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരുപാട് പ്ലെയേഴ്സിന് നല്ല റെക്കോർഡ്സ് ഉള്ള ഗ്രൗണ്ട് കൂടിയാണ് ഇത്. നമുക്ക് മുംബൈയിലും അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി കീ പ്ലെയേഴ്സ്, അതായത് മാക്സിമം എല്ലാ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമ്മുടെ രോഹിത് ശർമ്മയാണെങ്കിൽ റീസെൻ്റ്ലി നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ ലാസ്റ്റ് മാച്ച് കുറച്ച് ഡള്ളായിരുന്നു. ബട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ 84 മത്സരം കളിച്ചിട്ട് 2384 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഏകദേശം ഡൽഹിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് 36 മത്സരം കളിച്ചിട്ട് 1052 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. റിക്കിൾട്ടൺ കളിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ബട്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ 6 മത്സരം കളിച്ച് 194 റൺസാണ് എടുത്തിട്ടുള്ളത്. എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 41 റൺസ് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വിൽ ജാക്സ് ആണ്. റീസെൻ്റായിട്ട് അദ്ദേഹം 53 റൺസ് എടുത്തായിരുന്നു. വിക്കറ്റ്സ് എടുക്കാൻ പറ്റില്ല, പക്ഷേ അതിന് മുന്നത്തെ മത്സരം കിട്ടില്ലെന്നായിരുന്നു. അതുപോലെ തന്നെ വാങ്കഡയിൽ 5 വിക്കറ്റ് 164 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് വെറും 6 മത്സരത്തിൽ കൂടെ. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 2 മത്സരം കളിച്ച് 42 റൺസ് നേടിയിട്ടുണ്ട്. സൂര്യകുമാർ യാദവിനെ പറ്റി പറയുമ്പോഴും റീസെൻ്റായിട്ട് നല്ല ഫോമിലുള്ള ഒരു പ്ലെയറാണ്. വാങ്കഡയിൽ 38 മത്സരം കളിച്ചിട്ട് 1321 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ദെൻ അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് അദ്ദേഹം 19 ഇന്നിങ്സ് കളിച്ചിട്ട് 418 റൺസ് നേടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തിലക് വർമ്മയാണെങ്കിൽ കുറച്ച് ഫോം ഔട്ടാണ്, ബട്ട് എപ്പോൾ വേണേലും ഫയർ ആവാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ്. വാങ്കഡയിൽ 18 ഇന്നിങ്സ് കളിച്ചിട്ട് 401 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്.
എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 6 മത്സരം കളിച്ച് 212 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഹർദിക് പാണ്ഡ്യയെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ്ലി കുറച്ച് ശോകമാണ്, ബട്ട് എന്നാൽ കൂടെ വാങ്കഡയിൽ 42 ഇന്നിങ്സ് കളിച്ച് 35 വിക്കറ്റ്സും 767 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 20 ഇന്നിങ്സ് കളിച്ച് 6 വിക്കറ്റും 360 റൺസും നേടിയിട്ടുള്ളത്. നമാന്തീറിനെ പറ്റി പറയുന്ന സമയത്ത് വാങ്കഡയിൽ 8 മത്സരങ്ങൾക്ക് 116 റൺസിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 38 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. കോർബിൻ ബോഷ്, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്തും അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 1 വിക്കറ്റ് 47 റൺസുമാണ് നേടിയിട്ടുള്ളത്. ദീപക് ചഹാർ ആണെങ്കിലും ലാസ്റ്റ് 2 മത്സരങ്ങൾ ഓരോ വിക്കറ്റ് വീതം എടുത്തിട്ടുണ്ട്. വാങ്കഡയിൽ ഏകദേശം 16 ഇന്നിങ്സ് കളിച്ചിട്ട് 15 വിക്കറ്റ്സും 15 വിക്കറ്റൊക്കെ ഇടിച്ച് ഡൽഹിയെ കളിച്ച് 15 മത്സരം കളിച്ച് 15 വിക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. ജാസ്പ്രീത് ബുംറ ആണെങ്കിൽ ലാസ്റ്റ് എല്ലാ മത്സരങ്ങളും 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 വിക്കറ്റ് വരെ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് കളിച്ച എല്ലാ മത്സരങ്ങളും നല്ല ഫോമിലാണ്. 46 മത്സരങ്ങൾ വാങ്കഡയിൽ കളിച്ച് 58 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 22 മത്സരം കളിച്ച് 27 വിക്കറ്റുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ട്രെൻറ്റ് ബോൾട്ട് ആണെങ്കിൽ റീസൺ നല്ല പെർഫോമൻസ് ആണ്. വാങ്കഡയിൽ 17 ഇന്നിങ്സ് കളിച്ചിട്ട് 21 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 12 ഇന്നിങ്സ് കളിച്ച് 15 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അശ്വനി കുമാർ ഒട്ടും മോശമല്ല, റീസെൻ്റ്ലി നല്ല പെർഫോമൻസ് ആണ്. വാങ്കഡയിൽ 3 മത്സരം കളിച്ച് 7 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട് കേട്ടോ. കരൺ ശർമ്മ ആയാലും നാളത്തെ മത്സരം വിക്കറ്റ് എടുക്കാൻ, ഇന്നത്തെ മത്സരം വിക്കറ്റ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. 9 മത്സരങ്ങൾ വാങ്കഡയിൽ കളിച്ച് 9 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഡൽഹിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് 12 ഇന്നിങ്സ് കളിച്ച് 11 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഡൽഹിയുടെ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് പറയുന്നതിന് മുന്നേ എനിക്കൊരു 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്താനായിട്ടുണ്ട്. കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം. ഫസ്റ്റ് ഓഫ് ഓൾ കുബേര ഫാൻറ്റസി നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങിക്കോ. കാരണം ഇവിടെ ഒരു ഡുവോ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ക്യാഷ് ഏൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 പ്ലെയേഴ്സിനെ കാണാൻ പറ്റുള്ളൂ. ഇതിൽ ആരായിരിക്കും നന്നായി കളിക്കുക നമ്മൾ ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ബ്രേവിസ് ആണോ അതോ സഞ്ജു സാംസൺ ആണോ അതോ വൈഭവ് സൂര്യവംശിയാണ് ആരാ നന്നായി കളിക്കാൻ ചാൻസ് ഉള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബ്രേവിസ് നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. നമ്മുടെ ഓപ്പോസിറ്റ് ജയ്സ്വാളിനെയാണ് പിക്ക് ചെയ്തത്. ജയ്സ്വാൾ ഒരു 30 റണ്ണും നമ്മൾ പിക്ക് ചെയ്ത ബ്രേവിസ് ഏകദേശം ഒരു 40 റൺസ് കൊടുത്തതിന് നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് നമ്മൾ വിന്നായി. ഇത്രയുള്ള അങ്ങനെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലനായിട്ടുള്ള ഫീച്ചർ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുബേര ഫാൻറ്റസി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ വേറൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ചോയ്സ് 11. സോ ഇതിലും ആ പറഞ്ഞ പോലെ തന്നെ കോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കുബേര ഡ്യൂ ആണെങ്കിൽ ഇവിടെ കോപ്പ് 5 പ്ലെയേഴ്സ് എന്ന് ഒരാളെ പിക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. 1 lakh rupees ഫ്രീ ഗീവ് വേണം നിങ്ങൾക്ക്. അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിഷനിലാണ് ഡൗൺലോഡ് ചെയ്ത് ആൻഡ്രോയിഡിൽ ഐഫോണിലൊക്കെ അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. 0 rupees ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നതിന് 10,000, 3,000, 1,000 അങ്ങനെയൊക്കെയാണ് പ്രൈസ് റേഞ്ച് പോകുന്നത്. എന്തായാലും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ 1 lakh rupees വേറൊരു ഗീവ് കൊടുക്കുന്ന ആപ്പ് ഉണ്ട്. സോ ആപ്പിൻ്റെ പേര് നമ്മുടെ മൈ മാസ്റ്റർ 11 ആണ്. മൈ മാസ്റ്റർ 11 നിങ്ങൾക്ക് മാച്ച് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഫ്രീ എന്ന് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ. 0 rupees ആണ്. ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഒരൊറ്റ രൂപ കൊടുക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കോൺടെസ്റ്റുകളിൽ കാണാൻ പറ്റും. ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ 20,000, സെക്കൻഡ് വന്ന 10,000, തേർഡ് വന്ന 5,000 ആണ് പ്രൈസ് റേഞ്ച് കിട്ടുന്നത്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അധികം നഷ്ടമൊന്നും ഇല്ലല്ലോ, 50,000 പേരേ ഉള്ളൂ. 0 rupees തൊട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, മേ ബി കിട്ടിയാലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്മോൾ ലീഗ്സ് ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ XL11. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അത്രയും പ്രോഫിറ്റബിൾ ആയതുകൊണ്ടാണ് ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത്. സോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ Focus 11 അതുപോലെ തന്നെ OG11 ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുന്ന മറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തായാലും ട്രൈ ചെയ്യാം. നമ്മുടെ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഡൽഹി പ്ലെയേഴ്സിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പറയാനാണ് ഇനി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡൽഹിത്തെ അഭിഷേക് പോരലിനെ പറ്റിയാണ് പറയാനുള്ള. റീസൺ നല്ല ഫോമാണ്. വാങ്കഡയിൽ ഒരു മത്സരം കളിച്ച് 40 റൺസും എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് 4 മത്സരം കളിച്ച് 114 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഫാഫ് ഡുപ്ലിസി ആണെങ്കിൽ ലാസ്റ്റ് മത്സരം ഷോക്കോ ആയിരുന്നു, ബട്ട് എന്നാൽ കൂടെ വാങ്കഡയിൽ 19 ഇന്നിങ്സ് കളിച്ചിട്ട് 701 റൺസും എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് 20 ഇന്നിങ്സ് കളിച്ച് 562 റൺസും നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംബീർ റിസ്വ ആണെങ്കിലും വാങ്കഡയിൽ കളിച്ചിട്ടില്ല, പക്ഷേ അത്യാവശ്യം നന്നായി കളിക്കുന്നൊരു പ്ലെയറാണ്. KL രാഹുൽ ആണെങ്കിലും അദ്ദേഹം നല്ല ഫോമിലാണ്. ലാസ്റ്റ് മത്സരം 112 റൺസ് എടുത്ത്. അതുപോലെ തന്നെ വാങ്കഡയിൽ 11 മത്സരം കളിച്ച് 661 റൺസ് എടുത്തിട്ടുണ്ട്. ആവറേജ് റൺസ് 61 മുംബൈ ഇന്ത്യൻസ് ആയിട്ട് അഗെയിൻസ്റ്റ് 19 ഇന്നിങ്സ് കളിച്ചിട്ട് 714 റൺസ് എടുത്തിട്ടുണ്ട്. ആവറേജ് 74 നല്ല ആവറേജ് ഉള്ള ഒരു പ്ലെയറാണ്. അസ്തർ പട്ടേലിനെ പറ്റി പറയുമ്പോഴും അദ്ദേഹവും നല്ലൊരു പെർഫോമൻസ് എല്ലാ മത്സരങ്ങളും
ഡ്രീം ടീമിലും കയറുന്ന ഒരു പ്ലെയറാണ്. വാങ്കഡയിൽ 9 മത്സരം കളിച്ച് 137 റൺസ് നേടിയിട്ടുണ്ട്. അഗേൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് 22 മത്സരം കളിച്ച് 14 വിക്കറ്റും 281 റൺസ് നേടിയിട്ടുണ്ട് കേട്ടോ. ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണെങ്കിലും നല്ലൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ് നമ്മുടെ ഡൽഹിയിൽ. 4 ഇന്നിങ്സ് വാങ്കഡയിൽ കളിച്ച് 78 റൺസ്, 3 ഇന്നിങ്സ് മുംബൈ ഇന്ത്യൻസ് അഗെയിൻസ്റ്റ് കളിച്ച് 120 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അശുതോഷ് ശർമ്മ, അദ്ദേഹമാണെങ്കിൽ ലാസ്റ്റ് മത്സരം 41 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. ബട്ട് മുംബൈ ഇന്ത്യൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് 2 മത്സരം കളിച്ച് 78 റൺസ് എടുക്കാനേ സാധിച്ചിട്ടുള്ളൂ. വിപ്രാജ് നിഗം, അദ്ദേഹം 4 വിക്കറ്റാണ് വാങ്കഡയിൽ എടുത്തുള്ളത്, 64 റൺസ് നേടിയിട്ടുണ്ട്. മുസ്തഫിക്കൂർ റഹ്മാൻ, അദ്ദേഹമാണെങ്കിലും ലാസ്റ്റ് മത്സരം വിക്കറ്റ്സ് എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ വാങ്കഡയിൽ 15 ഇന്നിങ്സ് കളിച്ച് 12 വിക്കറ്റും അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസായിട്ട് 7 മത്സരം കളിച്ച് 8 വിക്കറ്റ് നേടിയിട്ടുണ്ട്. കുൽദീപ് യാദവ് ആണെങ്കിൽ ലാസ്റ്റ് വാങ്കഡയിൽ കളിച്ച് 7 മത്സരത്തിൽ 7 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. മുംബൈ ഇന്ത്യൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് 11 മത്സരം കളിച്ച് 9 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ചമേരയാണെങ്കിലും വാങ്കഡയിൽ ഏകദേശം 4 മത്സരം കളിച്ച് 3 വിക്കറ്റ്, മുംബൈ ഇന്ത്യൻസിന് അഗെയിൻസ്റ്റ് 2 മത്സരം കളിച്ച് 1 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. നട്രാജൻ വാങ്കഡയിൽ കളിച്ച് വിക്കറ്റ്സ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. H2H റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് മുംബൈയും ഡൽഹിയും തമ്മിൽ ഇതുവരെ 36 പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. ഈ 36 പ്രാവശ്യത്തിൽ 20 പ്രാവശ്യം മുംബൈ ഇന്ത്യൻസും 16 പ്രാവശ്യമാണ് ഡൽഹി വിൻ ചെയ്തിട്ടുള്ളത്. കൂടുതലും വിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് തന്നെയാണ്. സോ അവർ വിൻ ചെയ്യാനുള്ള പ്രിഫറൻസ് കൂടുതലാണ്, കാരണം ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ടാണ്. സോ നിങ്ങൾക്കൊരു പ്രിവ്യൂ ടീം ഞാൻ തരാം. സോ അതിന് മുന്നേ ഇതുവരെ നിങ്ങൾ OG11 എന്ന് പറഞ്ഞ ആപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗ്സ് ഒക്കെ കളിക്കാൻ പറ്റിയൊരു ആപ്പാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇവിടെ ഷെഡ്യൂൾസിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മാച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ് എ ടൈം 5, 10, 15 ടീം ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 5 പേര് എടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ലോക്ക് പ്ലെയേഴ്സ് ഉണ്ടാകും, കുറേ പ്ലെയേഴ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏകദേശം 24 പ്ലെയേഴ്സിനെ വേണമെങ്കിൽ 24 പ്ലെയേഴ്സിനെ എടുക്കാം. അല്ല നിങ്ങൾക്ക് കുറച്ച് പ്ലെയേഴ്സ് മതിയെങ്കിൽ നിങ്ങളെ ഒരു ലെവൽ ഉണ്ടാവുമല്ലോ, 22 പ്ലെയേഴ്സിന് ഒരു 15-16 പ്ലെയേഴ്സിനെ എടുത്താൽ നന്നായിരിക്കുന്നത്. ആ 16 പ്ലെയേഴ്സിനെ എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്യാപ്റ്റനും VCയും കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇന്ന ആരെയൊക്കെ ആയിരിക്കും നന്നായി കളിക്കാൻ ചാൻസുള്ളത്. സോ അവർക്ക് ക്യാപ്റ്റൻ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഫേവറേറ്റ് പ്ലെയേഴ്സായിട്ട് 5 പേരെ കൊടുക്കാൻ പറ്റും. അതായത് ഈ ഫേവറേറ്റ് പ്ലെയേഴ്സ് എന്ന് വെച്ചാൽ എല്ലാ ടീമിലും ഈ പ്ലെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗ്സിൻ്റെ കോമ്പിനേഷൻ ടീംസ് ഒരൊറ്റ ക്ലിക്കിൽ, അതായത് വെറും 2 സെക്കൻഡ് കൊണ്ട് 20 ടീമും വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് പറ്റിയൊരു കിടിലനായുള്ള ആപ്പാണ്. ഒരു ടീമിന് 1 രൂപ ചോദിക്കുന്നുണ്ട്. 20 ടീം ഉണ്ടാക്കി 20 രൂപ കൊടുത്താൽ മതി. സോ ഒരു ടൂളാണിത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൈ കൊണ്ട് ഒരു ടീം ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്പാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ മാച്ചിൻ്റെ ഒരു പ്രിവ്യൂ ടീമൊന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. കാരണം ഇവർ ഏതൊരു ആപ്ലിക്കേഷനിലും കൊടുക്കുന്നില്ല കേട്ടോ. അതാണ് മെയിൻ സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് നടക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ഇവർ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ നാളത്തെ മത്സരത്തിന് ഇന്ന് കൊണ്ടൊന്ന് ഇടുന്നില്ല. ലാസ്റ്റ് മുന്നൊക്കെ ഇട്ടായിരുന്നു, ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ അപ്പോൾ നമുക്ക് എന്തായാലും പിന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് ചെയ്യാം. അടുത്ത വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ.